മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ പെപ്പർ ഫ്രൈ ആണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ കോളിഫ്ലവർ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട കേട്ടോ, അധികം മസാലകളും വേണ്ട, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കോളിഫ്ലവർ പെപ്പർ ഫ്രൈ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ. നമ്മളൊരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, അതുപോലെ 2 സവോള എടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. കുരുമുളക് ഫ്രഷ് ആയിട്ട് തന്നെ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ ഈ ഒരു കോളിഫ്ലവറിൻ്റെ മുഴുവൻ ഭാഗവും നമ്മൾ എടുക്കുന്നില്ല, കുറച്ച് പോർഷൻ എടുക്കുന്നുള്ളൂ. കോളിഫ്ലവർ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. വെള്ളം ഓഫ് ചെയ്തതിന് ശേഷം വേണം അടച്ചു വയ്ക്കാനായിട്ട് 5 മിനിറ്റ്. അപ്പോൾ നമുക്ക് ഈ സവോളയൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കോളിഫ്ലവർ കട്ട് ചെയ്തെടുക്കട്ടെ. ഇതിൻ്റെ ഒരു 1/4 ഭാഗം മതി നമുക്ക്. ഞാനിപ്പോൾ കോളിഫ്ലവർ മുഴുവനായിട്ട് എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നമ്മൾ ചൂടുള്ള ഉപ്പുവെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കുക. അതുപോലെ തന്നെ സവോള നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് കുറുകയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു റെസിപ്പി ചെയ്യുകയാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്താണെന്ന് വെച്ചാൽ കുരുമുളകൊക്കെ ചേർത്ത് നമ്മൾ നാടൻ രീതിയിലല്ലേ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണയുടെ കാര്യം പറഞ്ഞത്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. ഞാനിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ സവോള ചേർക്കുന്നത്. നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി അത് ചതച്ചത് ചേർക്കാം. അപ്പോൾ നമ്മുടെ സവോള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സവോള ഗോൾഡൻ കളറൊന്നും ആയി വരേണ്ട ആവശ്യമില്ല. ഒന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല, ഉപ്പ് പിന്നീടേ ചേർക്കുന്നുള്ളൂ. എന്തായാലും നമുക്കിപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരുപാട് മസാലകളൊന്നും ചേർക്കാനില്ല, വളരെ ചെറിയ അളവിലെ മസാലകളൊക്കെ ചേർക്കാനുള്ളൂ. നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് തക്കാളി ഒന്നും ചേർക്കണ്ടേ എന്ന് ചോദിക്കരുത്. തക്കാളി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിപ്പോൾ ഈ ഒരു മസാലയിൽ തന്നെയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യാനില്ല. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടിയും അധികം വേണ്ട, ഒരു 3/4 ടീസ്പൂൺ മതി. കുറച്ച് കോളിഫ്ലവർ അല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതനുസരിച്ച് കുറച്ച് മസാലകൾ ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും കുക്കായി വന്നാൽ മതി കേട്ടോ, ഒരുപാട് അങ്ങോട്ട് ഓവർ കുക്കായി പോകണ്ട. 1 ടീസ്പൂണാണ് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നത്. ഇനി ഇതും കൂടി ചേർത്ത് ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് എടുക്കും ഒന്ന് കുക്കായി വരാനായിട്ട്. ആ സമയം നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതിൻ്റെ കൂടെയാണ് കഴിച്ചിട്ട് ഇഷ്ടമായത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. ചപ്പാത്തിയുടെ കൂടെയാണോ ചോറിൻ്റെ കൂടെയാണോ വളരെ നല്ല കോമ്പിനേഷനായിട്ട് തോന്നിയതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആദ്യം ആഡ് ചെയ്യുകയാണെങ്കിൽ പൊട്ടിത്തെറിക്കും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ. അതുകൊണ്ടാണ് നമ്മൾ സവോള ഇതുപോലെ കുക്കായി വന്നു കഴിഞ്ഞിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ പൊട്ടിത്തെറിക്കില്ല. നമുക്ക് എപ്പോഴും സേഫായിട്ട് തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ കുരുമുളക് പൊടി. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളകാണ് പൊടിച്ചത്. ഇപ്പോൾ കുറച്ച് ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർക്കാം. കോളിഫ്ലവർ ചേർത്തിട്ട് ഈ മസാല നന്നായിട്ട് കോളിഫ്ലവറിലേക്ക് ഒന്ന് പിടിച്ചു വരുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക.
നമ്മുടെ ഈ സവോളയൊക്കെ കോളിഫ്ലവറിലേക്ക് ഒന്ന് പിടിച്ചു വരണം. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ സവോളയൊക്കെ നമ്മുടെ കോളിഫ്ലവറിലേക്ക് പിടിച്ചു വന്നോളും. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്, ഹൈ ഫ്ലെയിമിലല്ല. ഇത്രയും സമയം ഹൈ ഫ്ലെയിമിലായിരുന്നു കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് ഇതൊന്ന് എല്ലാം ഒരുമിച്ചാക്കിയിട്ട് അടച്ചു വയ്ക്കുക. നിങ്ങൾക്ക് കോളിഫ്ലവർ വേവാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്ത് നോക്കിയിട്ട് കോളിഫ്ലവർ വേവാൻ സമയം എടുക്കുന്നു എന്നുണ്ടെങ്കിൽ മാത്രമേ വെള്ളം തളിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇതുപോലെ അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ കോളിഫ്ലവർ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. ഞാനൊരു 1/4 കപ്പ് വെള്ളം തളിച്ചു കൊടുത്തായിരുന്നു കേട്ടോ, ഇടയ്ക്ക് 1-2 പ്രാവശ്യമായിട്ട്. ഇപ്പോൾ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ആ മസാലയൊക്കെ കുക്കായി, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കണം. കോളിഫ്ലവറിനും നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ്. അതുപോലെ തന്നെ നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഗരം മസാലയാണ്. ഒരു മസാല ഫ്ലേവർ ഉണ്ട്, പെപ്പർ ഫ്ലേവർ മാത്രം പോരല്ലോ നമ്മുടെ കോളിഫ്ലവർ പെപ്പർ ഫ്രൈക്ക്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. വീണ്ടും ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ വയ്ക്കുക. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ കോളിഫ്ലവർ കുക്കായോ എന്ന് ചെക്ക് ചെയ്യുന്ന ആ ഒരു പാകം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വീണ്ടും കുരുമുളക് പൊടി ചേർക്കാം. അന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എരിവ് കുറവാണോ കൂടുതലാണോ എന്നുള്ളത്. എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർക്കാം. ഇത് കുറച്ച് എരിവുള്ള റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്ന റെസിപ്പി അല്ല. എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്തിരി എരിവോടുകൂടി ചെയ്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എരിവ് കുറവാണ്, നമുക്ക് വീണ്ടും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയുടെ അളവ് ഞാൻ പറയാത്തത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. കുരുമുളക് പൊടിയുടെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ എരിവായിരിക്കും ഇഷ്ടം, ഓരോ അളവായിരിക്കും എരിവിൻ്റെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കുക. കുറച്ചൊന്ന് എരിവ് കൂടുതലായിട്ട് നിൽക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് തുറന്ന് വെച്ചിട്ട് ഒരു മിനിറ്റും കൂടി ഒന്ന് നമുക്കൊന്ന് ഇളക്കി കുക്ക് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് അടച്ചു വെച്ചിട്ട് വേറെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കോളിഫ്ലവർ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ചെയ്യുക. എരിവ് കുറവാണെങ്കിൽ വീണ്ടും കുരുമുളക് പൊടി ചേർക്കുക, ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അത്രയുള്ള പരിപാടി. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ഒരു സെർവ് ചെയ്യുന്ന ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.